ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു ബോൾ മൂവ്മെൻറ്റ് എങ്ങനെ ചെയ്യാമെന്ന് പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഗൈഡ് ലൈൻ, അതായത് ക്ലാസിക് മോഷൻ ഗൈഡ് എന്താണ്, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ നമുക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അനിമേഷനിൽ കൊണ്ടുവരാം എന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ ഒരു ബോൾ വരയ്ക്കാമെന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അവിടെ അതനുസരിച്ച് ആ ഒരു മെത്തേഡ് ആദ്യം കാണിക്കുകയാണ്. അതായത് മൂവ്മെൻറ്റിൻ്റെ കുറച്ച് പോർഷൻസ് ആദ്യം കാണിക്കുകയാണ്. അത് കഴിഞ്ഞായിരിക്കും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക, അതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ബോൾ വരയ്ക്കുന്നു, അതിനുശേഷം അതിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ബോൾ വരയ്ക്കുന്നു, അതിന് ആവശ്യമായുള്ള സ്പേസ്, അല്ലെങ്കിൽ അതിന് നമുക്ക് എത്ര സ്പേസിലാണോ ബോൾ ആവശ്യമായിട്ടുള്ളത് അതിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ബോളിനെ പ്ലേസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ ടൈം ലൈനിൽ കീ ഫ്രെയിം ആഡ് ചെയ്യുന്നു. ഇൻസെർട്ട് കീ ഫ്രെയിം കൊടുത്തതിന് ശേഷം ബോളിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് അതുപോലെ തന്നെ എൻഡിങ് പോയിൻറ്റും മാർക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലും ബോൾ വയ്ക്കുന്നു, അതുപോലെ തന്നെ എവിടെയാണോ ബോൾ മൂവായി പോകേണ്ടത് അവിടെയും ബോളിനെ കൊണ്ടുവയ്ക്കുന്നു. അതിനുശേഷം ഫുൾ സെലക്ട് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ക്ലാസിക് ട്യൂൺ കൊടുക്കുന്നു. അപ്പോൾ ബോളിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇതിനെ വിശദീകരിച്ച് നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കാണുക. ഓക്കെ, അത്രയും ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ അടുത്ത് നമ്മൾ ഗൈഡ് ലൈനാണ് ആഡ് ചെയ്യുന്നത്, അതായത് ക്ലാസിക് മോഷൻ ഗൈഡാണ് ആഡ് ചെയ്യുന്നത്. അത് ലെയറിൽ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിൽ ഓപ്ഷനുണ്ട്, അത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലെയറിൻ്റെ മുകളിലായിട്ട്, നമ്മൾ ബോൾ വരച്ച ലെയറിൻ്റെ മുകളിലായിട്ട് ഗൈഡ് ലൈൻ വരയ്ക്കാനായിട്ടൊരു ലെയർ ഓപ്പണായി വരും. ഗൈഡ് ലെയർ എന്ന് പറഞ്ഞൊരു ലെയർ ഓപ്പണായി വരും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് പോയിൻറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് ഒരു ലൈൻ വരയ്ക്കുന്നു. ഈ ലൈൻ എന്ന് പറയുന്നത് എങ്ങോട്ടാണോ മൂവ് ചെയ്യേണ്ടത്, ബോൾ എങ്ങോട്ടാണോ മൂവ് ചെയ്യേണ്ടത് അതിനനുസരിച്ചാണ്. സാധാരണ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പോയിൻ്റ് ആഡ് ചെയ്ത് ഇൻസെർട്ട് കീ ഫ്രെയിം കൊടുക്കും എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതിനേക്കാൾ എളുപ്പത്തിന് നമുക്ക് ഗൈഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എളുപ്പത്തിൽ വരച്ചെടുക്കാനായിട്ട് പറ്റും, അല്ലെങ്കിൽ എളുപ്പത്തിൽ ബോളിൻ്റെ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, അതിനാണ് ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഗൈഡ് ലെയർ ഉപയോഗിക്കുന്നത്. അതായത് ഒരു വസ്തുവിൻ്റെ മൂവ്മെൻറ്റ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച്, നമ്മുടെ ഇഷ്ടത്തിന് എളുപ്പത്തിൽ മൂവ് ചെയ്യിക്കാനാണ് ഈ ഗൈഡ് ലൈൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ വീട്ടിൽ കാണുമ്പോൾ തന്നെ നമ്മൾ വരച്ച വരയ്ക്കനുസരിച്ച് ബോൾ മൂവ് ആവുന്നതായിട്ട് കാണാൻ കഴിയും. ഓക്കെ, ചെയ്തൊന്നുകൂടെ നമുക്ക് നോക്കാം. അതായത് നമ്മൾ ചെയ്ത് വേറൊന്നുമല്ല, നമ്മൾ ബോളിൻ്റെ മൂവ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ബോൾ നമ്മൾ പറയുന്ന രീതിയിൽ, അതായത് ബോൾ ബൗൺസ് ചെയ്യാനായിട്ട് കാണിക്കണമെങ്കിൽ സാധാരണ നമ്മൾ ഒരുപാട് ഇൻസെർട്ട് കീ ഫ്രെയിമുകൾ, അതായത് കീ ഫ്രെയിമുകൾ ആഡ് ചെയ്തതിന് ശേഷം ബോൾ ബൗൺസ് ചെയ്യിക്കും. അതിന് പകരം ബൗൺസ് ചെയ്യിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഗൈഡ് ലെയറിൽ നമ്മൾ ഗൈഡ് ലൈൻ വരയ്ക്കുന്നു. ഗൈഡ് ലൈൻ വരച്ചിട്ട് ആ വരയ്ക്കുന്നതിനനുസരിച്ചായിരിക്കും നമ്മളെ വസ്തുവിൻ്റെ, ഏത് വസ്തുവാണ് നമ്മൾ മൂവ് ചെയ്യിക്കേണ്ടത്, ബോളാണെങ്കിൽ ബോൾ, വേറെ വസ്തുക്കളാണെങ്കിൽ അങ്ങനെ അതിനെ മൂവ് ചെയ്യിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എളുപ്പത്തിന് ഇതേപോലെ ഗൈഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ബോൾ മൂവ് ആയിക്കോളും. നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ടും സമയലാഭത്തിലും മൂവ്മെൻറ്റുകൾ അല്ലെങ്കിൽ അനിമേഷൻ ചെയ്യാനായിട്ട് കഴിയും. 2D ആനിമേഷനിൽ കൂടുതലും ഇത് വളരെ ഉപയോഗമായുള്ള കാര്യമാണ്. അതിനുശേഷം ഈ ഗൈഡ് ലൈൻ നമ്മൾ വരയ്ക്കത്തില്ലേ, ആ ലൈനിലെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റിലും നമ്മൾ മൂവ് ചെയ്യിക്കേണ്ട വസ്തു, അതായത് ബോൾ കൊണ്ട് വെക്കിയതിന് ശേഷം വേണം എൻട്രി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പ്ലേ ചെയ്യാനായിട്ട്. അതിനുശേഷം മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ലെയറിൻ്റെ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കണ്ണിൻ്റെ സിമ്പിൾ കാണും. അതിൽ നമ്മൾ ഈ ഗൈഡ് ലൈനിൻ്റെ ആ സിമ്പിളൊന്ന് ഓഫ് ചെയ്യുക. അതായത് ആ ഐയുടെ സിമ്പിളിൻ്റെ നേരെ താഴെ ഒരു പോയിൻ്റ് കാണും, അതൊന്ന് ഓഫ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് ഈ ഗൈഡ് ലൈൻ, അതല്ലെങ്കിൽ നമ്മൾ ഗൈഡ് ലൈനായിട്ട് വരച്ച വരകൾ കാണാൻ കഴിയത്തില്ല, പകരം മൂവ്മെൻറ്റ് മാത്രം നമുക്ക് ലഭിക്കും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഗൈഡ് ലൈൻ ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, ഇത് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ ആനിമേഷൻ, അതായത് 2D ആനിമേഷൻ കുറച്ചുകൂടെ ഒരു റിയലായിട്ട് മാറ്റാനായിട്ട് കഴിയും. അതായത് നമ്മൾ ഇൻസെർട്ട് കീ ഫ്രെയിം കൊടുത്ത്, അതായത് കീ ഫ്രെയിം കൊടുത്ത് മൂവ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ഇത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അതിനുശേഷം നമ്മൾ ചെയ്തത് ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രാ ലെയർ ആഡ് ചെയ്യുക. ലെയർ ആഡ് ചെയ്തതിന് ശേഷം റെക്റ്റാങ്കിൾ ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മളൊരു കോളം വരയ്ക്കുന്നുണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് ഒരു റെക്റ്റാങ്കിൾ ഉപയോഗിച്ചൊരു കോളം വരയ്ക്കുന്നു. അതിന് മുമ്പ് നമുക്ക് കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തിട്ട് ഒരു കോളം വരയ്ക്കുന്നു. ഇതേപോലെ റെക്റ്റാങ്കിൾ വരച്ചതിന് ശേഷം അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ആഡ് ചെയ്യുന്നു. ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും നമ്മുടെ ചോയ്സാണ്, നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പുതിയ ലെയർ ആഡ് ചെയ്തിട്ട് വേണം, അല്ലെങ്കിൽ പുതിയ ലെയർ എടുത്തിട്ട് വേണം ആ ലെയറിൽ വേണം ബാക്ക്ഗ്രൗണ്ട് വരയ്ക്കാൻ. ഓക്കെ, അതിനുശേഷം നോക്കുമ്പോൾ നമുക്ക് ബോൾ കാണാൻ കഴിയത്തില്ല, കാരണം പുതിയ ലെയർ ആയിരിക്കും മുകളിൽ വരുന്നത്. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് കാണുന്നത്. നമ്മൾ എന്ത് ചെയ്യും, ആ ലെയറിനെ ജസ്റ്റ് സെലക്ട് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴെ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ബോളിൻ്റെ ലെയർ മുകളിൽ വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ചെയ്യേണ്ട കാര്യം വേറൊന്നുമല്ല, ലെയറുകൾ എടുത്തിട്ട് സെപ്പറേറ്റ് ലെയറുകൾ എടുത്തിട്ട് വേണം മൂവ്മെൻറ്റ് ചെയ്യുന്ന ലെയറും മൂവ്മെൻറ്റ് ചെയ്യാത്ത ലെയറും. അതായത് മൂവ്മെൻറ്റ് ചെയ്യുന്ന ലെയർ എന്ന് പറയുമ്പോൾ ബോൾ മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് സെപ്പറേറ്റ് ലെയറിലും, അതുപോലെ മറ്റേത്
അടുത്ത ലെയറിലും വേണം വരയ്ക്കാൻ. ബാക്ക്ഗ്രൗണ്ട് അടുത്ത ലെയറിലും ബോൾ സെപ്പറേറ്റ് ലെയറിലും വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ. അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാം.